എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ലഞ്ച് റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കിയ വെള്ളരിക്ക പുളിങ്കറിയും വെണ്ടയ്ക്ക ഫ്രൈയും കൂടെ അധികമാരും ഉണ്ടാക്കാത്ത ഇടിച്ച കോവയ്ക്ക ഫ്രൈയുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. പുളിങ്കറി പല രീതിയിൽ ഉണ്ടാക്കാം. വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള വെള്ളരിക്ക പുളിങ്കറി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ഇതിനു വേണ്ട സാധനങ്ങൾ: തക്കാളി, പച്ചമുളക്, സവാള, വെള്ളരിക്ക എന്നിവയാണ്. ആദ്യം വെള്ളരിക്ക തോൽ കളഞ്ഞ് മുറിച്ച് നടുക്ക് കുരുവുള്ള ഭാഗം കൂടി മുറിച്ചു മാറ്റുക. ഇനി ഇവ ഇങ്ങനെ ക്യൂബ്സായി മുറിച്ചു വയ്ക്കാം. അതുപോലെ ഒരു തക്കാളിയും ഒരു സവാളയും മുറിച്ചു വയ്ക്കാം. 3 പച്ചമുളക് രണ്ടായി മുറിക്കുക. നാടൻ കറി ആയതുകൊണ്ട് തന്നെ മൺചട്ടിയിലാണ് പുളിങ്കറി തയ്യാറാക്കുന്നത്. അരിഞ്ഞു വെച്ച വെള്ളരിക്കയും തക്കാളിയും സവാളയും പച്ചമുളകും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളമൊഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം ഒന്നിളക്കി യോജിപ്പിച്ചതിനു ശേഷം ഗ്യാസ് കത്തിച്ച് മൂടി വെച്ച് വേവിക്കുക. ഏകദേശം 8 മിനിറ്റ് കൊണ്ട് തന്നെ പച്ചക്കറികളെല്ലാം വെന്തുവരും. പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഒരു അരപ്പ് അരച്ചെടുക്കാം. ഇതിന് മിക്സി ജാറിൽ അരമുറി തേങ്ങ ചിരവിയതും 1/2 സ്പൂൺ ജീരകവും 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുക. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവായിരിക്കും. കറിക്ക് നല്ല ചുവപ്പ് കളർ കിട്ടുകയും ചെയ്യും. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താൽ മതി. ഇനി ഇത് വെള്ളം ഒഴിച്ചല്ല അരച്ചെടുക്കുന്നത്. 1 കപ്പ് നല്ല പുളിച്ച തൈര് ചേർത്താണ് അരയ്ക്കുന്നത്. നല്ല നൈസായി അരച്ചെടുക്കുക. പുളിങ്കറിയിൽ പുളി ചേർക്കാതെ തൈരിൻ്റെ പുളിയിലാണ് ഈ കറി തയ്യാറാക്കുന്നത്. ഇനി വെന്ത കഷ്ണങ്ങളിലേക്ക് അരച്ച മസാല ഒഴിക്കുക. 1/4 കപ്പ് വെള്ളം അരച്ച മിക്സി ജാറിലേക്ക് ഒഴിച്ച് അലസി അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി 1 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർക്കുക. കറിക്ക് എത്ര തിക്നെസ് വേണമോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി അടച്ചു വെച്ച് 5 മിനിറ്റ് തിളപ്പിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് കറി താളിക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുകും 1/2 സ്പൂണിനും താഴെ ഉലുവയും ചേർക്കുക. കടുക് പൊട്ടി ഉലുവ മൂത്ത് മണം വരുമ്പോൾ 2 വറ്റൽമുളക് രണ്ടായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ചൂടോടെ കറിയിലേക്ക് ഒഴിച്ച് ഉടനെ ഇളക്കാതെ 5 മിനിറ്റ് മൂടി വയ്ക്കുക. 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഈ ഒഴിച്ചുകറി റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഇനി രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. വെണ്ടയ്ക്കയ്ക്ക് വഴുവഴുപ്പുള്ളത് കൊണ്ട് തന്നെ വെണ്ടയ്ക്ക കഴുകിയതിന് ശേഷം മാത്രം മുറിക്കുക. കഴുകിയ വെണ്ടയ്ക്കയുടെ 2 സൈഡും മുറിച്ചു മാറ്റുക. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് വില അധികമായതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. നാടൻ വിഭവങ്ങൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് സ്വാദ്. എണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുക് ചേർക്കുക. കൂടെ 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 സ്പൂൺ ജീരകവും ചേർക്കുക. കടുകും ജീരകവും പൊട്ടി ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളക് രണ്ടായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇനി അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് സിമ്മിൽ വേവിക്കുക. വെള്ളം ഒട്ടും ചേർക്കേണ്ട. ആവിയിൽ തന്നെ വെണ്ടയ്ക്ക നല്ലപോലെ വെന്ത് വരും. ഇടയ്ക്കിടെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. വെണ്ടയ്ക്ക വെന്ത് വരുമ്പോൾ ചുരുങ്ങി കളർ മാറും. ഈ സ്റ്റേജിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. ഉപ്പ് 1/2 സ്പൂണിനും താഴെ ചേർത്താൽ മതി. വെണ്ടയ്ക്ക ഫ്രൈ ആകുമ്പോൾ ചുരുങ്ങി വരും. ഇനി മസാല ചേർത്ത് വഴറ്റിയതിന് ശേഷം മൂടി വെക്കേണ്ട, തുറന്ന് വെച്ച് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ഗ്യാസ് സിമ്മിൽ വെക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ മസാല കരിഞ്ഞ് ഫ്രൈക്ക് കയ്പ്പ് അനുഭവപ്പെടും. നല്ലപോലെ മുരിഞ്ഞു വരുമ്പോൾ വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വെണ്ടയ്ക്ക ഫ്രൈ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ചോറിൽ ഉപ്പും തൈരുമിട്ടിളക്കി കൂടെ ഒരു വെണ്ടയ്ക്ക ഫ്രൈയും കൂടി ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം. ഒട്ടും വഴുവഴുപ്പില്ലാത്ത നല്ല മൊരിഞ്ഞ വെണ്ടയ്ക്ക ഫ്രൈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ?
അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഇടിച്ച കോവയ്ക്ക ഫ്രൈ ആണ്. ഇതും നല്ല സ്വാദുള്ള ഒരു വിഭവമാണ്. കോവയ്ക്ക കഴുകി 2 സൈഡും മുറിച്ച് വയ്ക്കുക. ഇനി ഒരു മസാല തയ്യാറാക്കാം. ഇതിന് ഒരു പാത്രത്തിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് പേസ്റ്റ് രൂപത്തിൽ കലക്കുക. കോവയ്ക്ക അമ്മിക്കല്ലിലോ ഇടികല്ലിലോ നല്ലപോലെ ചതച്ചെടുക്കുക. ഇത് അരയ്ക്കരുത്, ചതയാനേ പാടുള്ളൂ. കുറേശ്ശെയായി ഇട്ട് ചതച്ചെടുക്കുക. ഇനി ഈ കോവയ്ക്ക തയ്യാറാക്കിയ മസാലയിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി മസാല പുരട്ടിയ കോവയ്ക്ക ഇട്ട് പരത്തി വയ്ക്കുക. മൂടി വെച്ച് സിമ്മിൽ വേവിക്കുക. ഇതിലും വെള്ളം ചേർക്കേണ്ട, ആവിയിൽ തന്നെ കോവയ്ക്ക വെന്ത് വരും. മൂടി തുറന്ന് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് എണ്ണ 1 സ്പൂൺ ഉപയോഗിച്ചാൽ മതിയാകും. അധികമുള്ള എണ്ണ ഇങ്ങനെ പാൻ ലേശം ചരിക്കുമ്പോൾ താഴേക്ക് വരും. ഇത് കോരി മാറ്റുന്നതാണ് നല്ലത്. നമ്മൾ ഒഴിച്ച എണ്ണ ലേശം കൂടിപ്പോയി. ഇനി വാങ്ങുന്നതിന് മുമ്പ് 1 സ്പൂൺ ഫ്രഷായി പൊടിച്ച കുരുമുളക് പൊടി ചേർത്ത് യോജിപ്പിക്കുക. നല്ല സ്പൈസി ഇടിച്ച കോവയ്ക്ക ഫ്രൈ റെഡി. ഒരു പ്രാവശ്യം ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളിത് ഇടയ്ക്കിടെ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മുടെ വിഭവങ്ങളെല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. കൂടെ കുറച്ച് ചിക്കൻ കറി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിക്കൻ കറി നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഊണ് വിളമ്പാം. ആദ്യം ചോറും പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഫ്രൈയും അതിന് തൊട്ടടുത്ത് കോവയ്ക്ക ഫ്രൈയും അതുപോലെ നോൺ വെജിറ്റേറിയൻസിന് കുറച്ച് ചിക്കനും പിന്നെ നമ്മുടെ സ്പെഷ്യൽ വെള്ളരിക്ക പുളിങ്കറിയും കണ്ണിമാങ്ങ അച്ചാറും കൂടിയായാൽ ഊണ് ഉഷാറായി. ഈ ഉച്ചയൂണ് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.